ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തരിക്കഞ്ഞാണ്, റവ കൊണ്ടുള്ള തരിക്കഞ്ഞി. അത് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ആ പാലിൻ്റെ അകത്ത് നമ്മൾ റവ ഇടുകയാണ്. ഒരു ചെറിയ കപ്പ് റവ ഇട്ട് നമ്മളത് ഇളക്കുകയാണ്. അതിലോട്ട് പഞ്ചസാര ഇടുകയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ട് നമ്മൾ ഇളക്കുക. അപ്പം എൻ്റെ അകത്ത് ഏലക്കപ്പൊടിയും കൂടി ഇടുകയാണ്. ഇട്ട് നമ്മൾ ഇളക്കി ആ സമയത്തിന് നമ്മൾ കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം, മുന്തിരിയൊക്കെ വറുത്ത് കൊണ്ടിയെടുക്കാം. ഒത്തിരി കുറുകരുത്. ഒത്തിരി കുറുകിയ ആ ടേസ്റ്റ് പോകും. ഒന്നല്ല, കുറുകി വരുന്നേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ മുന്തിരി വറുത്ത് പോവുകയാണ്. മുന്തിരി വറുത്ത് പോകും. നമുക്ക് ഇതിൻ്റെ അകത്ത് മുന്തിരിയും കൂടെ ഇടാതെ അതും കൂടി ഇട്ട് നമുക്ക് വറുത്ത് പോകാം. അപ്പം പെട്ടെന്ന് ആകും. നമ്മുടെ വറുത്ത് നമുക്ക് വരിക. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് പോവുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ വറുത്ത് പോരുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി കോരിയെടുക്കുക. തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാണ്. റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇത് റവ വറുത്ത റവയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം റവ. നല്ല ഇപ്പം ടേസ്റ്റ് കിട്ടും. ഇത് നമ്മൾ ചൂടാക്കി റവ കിട്ടിയത് വറുത്ത റവയായിരുന്നതാണ്. ഇവിടെ തരിക്കഞ്ഞി ഇത്ര ഉള്ളൂ. പെട്ടെന്ന് സിമ്പിളായിട്ടുണ്ടാക്കാം. ഇതിലേക്ക് ഒരു അര സ്പൂണ് നെയ്യും കൂടെ ചേർക്കുകയാണ്. അപ്പം നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റോട് കൂടിയുള്ള തരിക്കഞ്ഞി.